ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിരുന്നു. അനുക്കുട്ടി, അതായത് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോഴുള്ള അനുമോൾ, സ്റ്റാർ മാജിക് താരം, അവർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതിനെതിരെ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിരുന്നു. അതിനുള്ള അതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തായാലും നമുക്ക് അനുമോൾ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, നിങ്ങളുടെ സ്വന്തം അനുമോളാണ്. ഞാൻ ദേ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം. അപ്പം ഞാൻ പോയി കപ്പ് മേടിച്ചിട്ട് വരാട്ടോ. വേറെ ഒന്നുമില്ല. 100 ദിവസം എന്നെ സഹിക്കണം കേട്ടോ. താങ്ക് യു. അനുമോളുടെ ചാനലിൽ അനുമോൾ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ആണിത്, ഇൻസ്റ്റാഗ്രാം പേജിൽ. അതിനകത്ത് അനുമോൾ പറയുന്നത്, ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ട് 100 ദിവസം എന്നെ സഹിക്കണം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അല്ലാതെ തനിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും തൻ്റെ ഫോളോവേഴ്സിനോട് ആരോടും അവർ ആവശ്യപ്പെടുന്നില്ല. ഇനി മറ്റൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ആദില ആൻഡ് നൂറ, അവർ ബിഗ് ബോസിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദിലയും നൂറയും റോമ കെയർ ആൻഡ് കോസ്മെറ്റിക്സ് എന്ന സ്ഥാപനത്തിൽ, അതായത് നമ്മുടെ രേണു സുധിക്ക് ഹെയർ ഫിക്സ് ചെയ്ത് നൽകിയ, അതുകൂടാതെ ഗ്ലൂട്ടത്തോൺ ചികിത്സയൊക്കെ നൽകിയ സ്ഥാപനത്തിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് അവർ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇതിനകത്തും അവർ വോട്ടൊന്നും ചോദിക്കുന്നില്ല. എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും അത് നമ്മുടെ രേണുസുതി പങ്കുവച്ച വീഡിയോ ആണ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അത് ബിഗ് ബോസിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ്. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇത് രേണുസുതി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചാണ്. രേണു അല്ല, അവരുടെ PR ടീം ആയിരിക്കാം, അല്ലെങ്കിൽ രേണു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റ് ആയിരിക്കാം. ഈ പോസ്റ്റിനകത്ത് ഒരു പ്രശ്നമുള്ളത് എന്നാന്ന് വെച്ചാൽ, അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ താൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുണ്ട്, തനിക്ക് വോട്ട് ചെയ്യണം, കൂടാതെ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ തനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഉള്ള വിഷയം എന്തെന്ന് പറഞ്ഞാൽ, മറ്റ് 19 പേർക്കൊക്കെ 19ഓളം പേര് ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട്. അവരാരും തന്നെ തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഓഡിയൻസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ അനു പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ആണെങ്കിലും, അതേപോലെ അതില അന്നൂറ, അവരെ ഒരു ഒറ്റ ഇതായിട്ടാണ് ബിഗ് ബോസ് പരിഗണിച്ചിരിക്കുന്നത്. അവർ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലാണെങ്കിൽ പോലും അവർ ബിഗ് ബോസിൽ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവരാരും തന്നെ തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഓഡിയൻസിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ബിഗ് ബോസിന്റെ നിയമപ്രകാരം ഇവർ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്ന് പുറത്ത് റിവീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എങ്കിലും എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. ഇതിനകത്ത് അനുമോളും അതേ കണക്ക് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ, ഇവരും ബിഗ് ബോസിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ട് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെച്ച ശേഷം അത് ആവശ്യാനുസരണം പബ്ലിഷ് ചെയ്യുന്ന സമീപനം ഇവരാരും കാണിച്ചിട്ടില്ല. പിന്നെ അനുമോള് ലാലേട്ടനോട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, ബിഗ് ബോസിന്റെ ഷോയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രമേ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിലും തനിക്ക് വോട്ട് ചെയ്യണമെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും അനുമോൾ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ട് ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ അവരെക്കുറിച്ച് വീഡിയോ ചെയ്തത്. പിന്നെ കൂടാതെ സുധിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് അവരൊരു സെന്റിമെന്റൽ അപ്രോച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം, ഓഡിയൻസിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനം നടത്തിയതിന്റെ പേരിലാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനകത്ത് എൻ്റെ അഭിപ്രായം, ആദില നൂറ ആൻഡ് അനുകുട്ടി ഇവർ ചെയ്തതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണു ചെയ്ത തെറ്റിനെ അപേക്ഷിച്ച് ഇവർ ചെയ്ത തെറ്റാണെങ്കിൽ തന്നെ അത് ന്യായീകരണം അർഹിക്കുന്നതാണ്. മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരെ കോമാളികളാക്കിക്കൊണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാനുള്ള വീഡിയോ അല്ല അവർ വെച്ചിരിക്കുന്നത്. മറിച്ച് പകരം തങ്ങൾ മൂവരും, അതായത് ആദില നൂറ, അത് കണക്ക് അനുകുട്ടി, ഇവർ 3 പേരും ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്ത കാര്യം മാത്രമാണ് ഓഡിയൻസിനോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും ഇവർ ഇവിടെ പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രേണു വിമർശനം ഏറ്റുവാങ്ങുമ്പോഴും ഇവർക്കെതിരെ ആരും അധികം തിരിയാത്തതിൻ്റെ കാര്യം.
ഇന്നലെ എനിക്ക് ഒരു കമന്റ് വന്നതിന്റെ സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പരിശോധിച്ച് അന്നേരം അനുവിന്റെ പ്രൊഫൈലിൽ ഇത് കണ്ടു. അതിനുശേഷം ഞാൻ ചുമ്മാ ആതിരയുടെ നൂറയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് കയറി. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നതാണ്. അങ്ങനെ കയറിയപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് അവർ പറയുന്നത് ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ രേണുസുതി പറഞ്ഞ കണക്ക് ആദ്യ ആഴ്ച തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു, അതുകൊണ്ട് നിങ്ങൾ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന പോലെ ഒരു വീഡിയോ അല്ല അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് രേണുസുതി ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉള്ള കാര്യം പറയാം, അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് ഈ പ്രശ്നം വരുന്നത്. അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വരുന്നത്. ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉൾപ്പെടെ പലരുടെയും ചാനലിൻ്റെ താഴെ വരുന്ന ഒരു കമൻ്റാണ്, നിനക്കൊന്നും വേറെ പണിയില്ലേ, അവരെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട് ഈ കമൻറ്റ് കാണുമ്പോൾ. മറ്റൊന്നുമല്ല, രേണുവിന് എതിരെ, അതായത് രേണുവിന് ഒരു മൈക്ക് കാണുമ്പോൾ എന്ത് വേണമെങ്കിലും സംസാരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അവരെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പോലും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി ആവശ്യാനുസരണം ട്രോളുകയും അതേപോലെ തന്നെ നമ്മുടെ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. രേണുസുതി എന്ന് പറയുന്നത് കോമൺ സിറ്റിസൺ ആണ്, എന്നെ നിങ്ങളെ എല്ലാം പോലെ. അങ്ങനെയുള്ള അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ തിരുത്തുവാനും അതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം പറയുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. പിന്നെ എനിക്കൊന്നും പണിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കേരള വിഷനിലെ ഒരു കേബിൾ ടി വിയിലാണ് വർക്കുള്ളത്. പിന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് കാശൊന്നും കിട്ടില്ല, അതുള്ള സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് പണം കിട്ടില്ല. ഞാനിവിടെ വരുന്നത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ആശയങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വന്നിട്ട് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ തന്നെ ഇതിന് മുന്നേ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് മറുപടി ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് ബ്ലോഗേഴ്സിനെ പോലെ തന്തയില്ലാത്തവരൊന്നുമല്ല കോടതിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് ജഡ്ജായിരിക്കുന്ന ഒരു കോടതിയിലേക്ക് ഞങ്ങൾ ആരും ചെല്ലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുള്ളി തന്നെ ഇന്നലെ ഒരു കമൻറ്റ് ഇട്ടു, ഞങ്ങളെപ്പോലെയുള്ളവരെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ഇടുന്നത്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞ ആ പുള്ളി കാരണം ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ് പുള്ളിയെ പോലുള്ളവർ. കാരണം ഞങ്ങൾക്ക് കൂടുതൽ എനർജി നൽകുകയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ. അതായത് രേണുസുതി അനുകൂലിച്ചുകൊണ്ട് വരുന്ന ഇത്തരത്തിലുള്ള ഞങ്ങൾക്കെതിരായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആവേശമാണ് ലഭിക്കുന്നത് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാദ്യം അയാൾ മനസ്സിലാക്കുക. പിന്നെ അതിൽ കടന്ന ചില കമൻറ്റുകൾ വരുമ്പോൾ, അത് എല്ലാ സീമയെ ലംഘിക്കുന്ന ചില കമൻറ്റുകൾ വരാറുണ്ട്. ചിലതൊക്കെ ഞാൻ ഡെയിലി റിമൂവ് ചെയ്ത് കളയാറുണ്ട്, ചിലതൊക്കെ അർഹിക്കുന്ന മറുപടി നൽകാറുണ്ട്. പക്ഷേ അതും കൂടുതലും വരുന്ന സ്ത്രീകളുടെ പേരിലുള്ള പ്രൊഫൈലിൽ നിന്നായാലും തന്നെ എൻ്റെ സംസ്കാരം അതിന് ഒട്ടും അനുവദിക്കുന്നില്ല അവർ പറയുന്ന രീതിക്ക് തിരിച്ച് മറുപടി നൽകാൻ. രേണുവിൻ്റെ കേസ്, രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വീഴ്ചകൾ അവരത് തിരുത്തുവാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കും. അവരത് തിരുത്തുവാൻ തയ്യാറാവുന്നില്ല. പിന്നെ അവരെ വിമർശിക്കരുതെന്ന് പറയുന്നതിനകത്ത് യാതൊരു ലോജിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവരും കാണുവാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. കാരണം ഒരു കാര്യമുണ്ട്, പലപ്പോഴും വീഡിയോ കാണാതെ രേണുവിൻ്റെ കണ്ടന്റ് ആണെന്ന് കാണുമ്പോൾ മാത്രം ഇതിനെതിരെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട്. അതിനകത്ത് ഞങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ, ഞാൻ മറ്റുള്ളവരെ പോലെ അവരെ ചിലരൊക്കെ വിളിക്കുന്ന നിക് നെയിം, അതായത് മല്ലൂറാപ്പർ അവരെ അഭിസംബോധന ചെയ്യുന്ന പേര് പറഞ്ഞിട്ട് ചില യൂട്യൂബേഴ്സ് അവരെ സംബോധന ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും വിളിച്ച് അവരെ ഞാൻ അപമാനിക്കാറില്ല. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്ന് നിങ്ങളോടെല്ലാം പറയാറുണ്ട്. അതിനകത്ത് ചില വീഡിയോസ് ശ്രദ്ധിക്കപ്പെടും, ചിലതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ശരിയാണ്.